കഴിഞ്ഞ 6 ദിവസങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന നേതാക്കളിൽ ഒരാളായ പ്രിയങ്ക ഗാന്ധി കേരളത്തിലുണ്ട്. 6 ദിവസങ്ങളായിട്ട് സ്വന്തം മണ്ഡലമായ വയനാട്ടിലുണ്ട് അവർ. 4-5 ദിവസം കൂടി വയനാട്ടിൽ തുടർന്നേക്കുമെന്നും ചിലപ്പോൾ സന്ദർശനം പിന്നെയും നീട്ടിയേക്കുമെന്നുമാണ് വാർത്തകൾ. പക്ഷേ വയനാട്ടിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രശ്നങ്ങളിലും പ്രിയങ്ക പ്രതികരിച്ച് കണ്ടില്ല. കേരളത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം പ്രിയങ്ക ഒന്നും പറഞ്ഞിട്ടില്ല. ദേശീയതലത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ BD ബിഹാർ വിവാദത്തിലും ഒന്നും പറഞ്ഞു കണ്ടില്ല. കഴിഞ്ഞ 9 വർഷത്തിനിടെ 5 കോൺഗ്രസ് പ്രവർത്തകരാണ് ഗ്രൂപ്പ് പോരിലും പണത്തട്ടിപ്പിലും കുടുങ്ങി വയനാട്ടിൽ ജീവനൊടുക്കിയത്. ഇതേപ്പറ്റിയും പ്രിയങ്കയ്ക്ക് മൗനമാണ്. മരിച്ചവരുടെ ബന്ധുക്കളെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല ഇതുവരെ. കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണല്ലോ വയനാട് MP. എന്താണ് പ്രിയങ്ക യാതൊന്നും മിണ്ടാത്തത്? ആദ്യം RDX റാപ്പ് കാണാം. കോൺഗ്രസിന്റെ മുൻനിര നേതാവായ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന് ഇനിയും പോരാട്ടത്തിന് ബാല്യം ബാക്കിയുള്ള അപൂർവം സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ സ്വന്തം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി. പക്ഷേ എത്ര ദേശീയ സംസ്ഥാന പ്രാദേശിക പ്രശ്നങ്ങളിൽ പ്രിയങ്ക പ്രതികരിച്ചു കണ്ടു? മാധ്യമങ്ങൾ മൈക്കും ക്യാമറയുമായി സമീപിച്ചാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയും. അകലമിട്ട് കാത്തുനിന്നാൽ അവഗണിച്ച് നടന്നു നീങ്ങും. സദാസമയം ഒപ്പമുള്ള PR ടീം സന്ദർശന വീഡിയോയും വാർത്താ ചിത്രവും എഴുതി തയ്യാറാക്കിയ വാർത്തയും നൽകും. അമ്പെയ്ത്തും ഗോത്രനൃത്തം കാണലും വയൽ നടത്തവും അങ്കണവാടി കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങി നൽകുന്നതുമെല്ലാം മിഴിവാർന്ന ചിത്രങ്ങളായി PR ടീം എത്തിച്ചു നൽകി. മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു. പാർട്ടിയിലെ വിവിധ പ്രശ്നങ്ങൾ മൂലം 5 പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് 9 വർഷത്തിനിടെ ജില്ലയിൽ ആത്മഹത്യ ചെയ്തത്. ഇതിൽ ഒരാളുടെയും കുടുംബത്തെ പ്രിയങ്ക ഗാന്ധി ഇതുവരെ സന്ദർശിച്ചില്ല. സ്വന്തം മണ്ഡലത്തിന്റെ കാര്യമെടുത്താൽ പ്രാദേശിക ഗ്രൂപ്പ് പോര് പാരമ്യത്തിലെത്തിയിരിക്കുന്നു. പ്രിയങ്ക എന്താണ് ഒന്നും മിണ്ടാത്തത്? RDX റാപ്പ് ന്യൂസ് മലയാളം. പ്രിയങ്കയ്ക്ക് മിണ്ടാട്ടമില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രിയങ്ക ഗാന്ധി സ്വന്തം മണ്ഡലമായ വയനാട്ടിലെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എന്ന് നമുക്കറിയാം. ദിവസവും സന്ദർശിക്കുന്ന സ്ഥലങ്ങളുടെ പട്ടിക PR ടീം മാധ്യമങ്ങളെ അറിയിക്കുന്നുണ്ട് എന്നതാണ് വിവരം. 6 ദിവസമായിട്ടും പ്രിയങ്ക പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. എല്ലായിടങ്ങളിലും മാധ്യമങ്ങൾക്ക് പ്രവേശനവുമില്ല. അപൂർവമായെങ്കിലും സംസാരിക്കുന്നത് ഒപ്പമുള്ള വാർത്താ ഏജൻസി പ്രതിനിധിയോട് മാത്രമാണ്. പ്രിയങ്കയ്ക്കൊപ്പം മുഴുവൻ സമയവും വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും അവർക്കൊപ്പം സ്വന്തമായി തന്നെയുണ്ട്. സന്ദർശനത്തിൻ്റെ വീഡിയോ, ഫോട്ടോ, വാർത്താക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യുക. അവർ പോകുന്നിടത്ത് ചെല്ലാൻ അനുവാദമില്ല. മാധ്യമങ്ങൾ സ്വന്തം നിലയിൽ സന്ദർശനം പകർത്തുന്നത് PR ടീം ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അതേതാണ്ട് തടയുന്നത് പോലെയാണ്. മാധ്യമങ്ങൾ നിന്നാലും പ്രിയങ്ക അവഗണിച്ച് സുരക്ഷാ വലയത്തിനൊപ്പം നടന്നു നീങ്ങുകയാണ് ചെയ്യുക. മാധ്യമങ്ങളെ അവഗണിച്ച് അങ്ങനെയാണ്. വാർത്താ ഏജൻസികളോട് പ്രതികരണത്തിലും പ്രധാന പ്രശ്നങ്ങൾ പരാമർശിക്കുന്നേയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ BD ബിഹാർ അടക്കം വിഷയങ്ങളിലൊന്നും ഇതുവരെ പ്രതികരണം വന്നിട്ടില്ല. 6 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിട്ട് പണത്തട്ടിപ്പിൽ കുടുങ്ങി ജീവനൊടുക്കിയ പാർട്ടി പ്രവർത്തകരുടെ വീട്ടിലും ഇതുവരെ വയനാട് MP ആയിരുന്നിട്ട് പോലും അവരെത്തിയിട്ടില്ല. ഗ്രൂപ്പ് പോരിൽ മനമെടുത്ത് പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടൻ ജീവനൊടുക്കിയത് ശനിയാഴ്ചയാണ്, എന്നുവെച്ചാൽ ഈ സമീപ ദിവസമാണ്. വയനാട്ടിലുണ്ടായിട്ടും പ്രിയങ്ക പൊതുദർശനം നടന്ന പഞ്ചായത്ത് ഓഫീസിലോ വീട്ടിലോ എത്തിയില്ല എന്നതും നമ്മൾ കണ്ടു. ജോസ് നെല്ലേടം പ്രിയങ്കയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയവും പ്രവർത്തിച്ച നേതാവാണ് എന്ന് നമ്മൾ ഓർക്കണം. പാർട്ടി പ്രവർത്തകരുടെ ചതിയിൽ ആത്മഹത്യ ചെയ്ത NM വിജയൻ്റെ വീട്ടിലും അവരെത്തിയിട്ടില്ല. ജീവനൊടുക്കാൻ ശ്രമിച്ച് ചികിത്സയിലുള്ള മരുമകൾ പത്മജയെ കാണാൻ ആശുപത്രിയിലും പോയിട്ടില്ല. അത് പിന്നൊരു തർക്കവും പ്രശ്നവുമായിട്ടൊക്കെ നിൽക്കുകയാണ്. വയനാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ജീവനൊടുക്കിയത് 5 കോൺഗ്രസ് നേതാക്കളാണ്, പ്രവർത്തകരല്ല, നേതാക്കളാണെന്ന കാര്യം ഓർക്കണം. ഇതിലൊരാളുടെയും കുടുംബത്തെ കാണാനും പരാതി കേൾക്കാനും പ്രിയങ്ക ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് സങ്കടകരമായ വസ്തുത. ചൊവ്വാഴ്ച പ്രിയങ്കയെ കാണാൻ റെസ്റ്റ് ഹൗസിൽ കാത്തിരുന്ന UDF നേതാക്കൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. MP എത്താൻ വൈകിയതും സുരക്ഷാ ചുമതലയുള്ള ഓഫീസർ തടഞ്ഞതും ഈ നേതാക്കളെ ചൊടിപ്പിക്കുകയായിരുന്നു. മതമേലധ്യക്ഷന്മാർ ചെറുവയൽ രാമൻ, MN കാരശ്ശേരി തുടങ്ങിയവരെയാണ് പ്രധാനമായും അവർ സന്ദർശിച്ചത്. അവിടെ ആദിവാസി ഉന്നതികൾ, അങ്കണവാടി, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. അവർ ഏറെയും സ്വകാര്യ സന്ദർശനം എന്ന് ആണ് വിശദീകരണം. ചിത്രങ്ങൾ പിന്നീട് PR ടീം എത്തിച്ചു നൽകുകയാണ് മാധ്യമങ്ങൾക്ക്. സന്ദർശനം ഇടത് BJP മേൽക്കൈ മേഖലകൾ കേന്ദ്രീകരിച്ചും ആണ് എന്നും വിശദീകരണമുണ്ട്. വയനാട് DCCയുടെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി എന്ന വാർത്ത ഒടുവിൽ ഇന്ന് വന്നു ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട്. വയനാട് കോൺഗ്രസിലെ പ്രശ്നങ്ങളെപ്പറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ DCC നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന വാർത്ത ഇന്ന് വന്നു. തുടർച്ചയായ ആത്മഹത്യകളും ഗ്രൂപ്പ് പ്രശ്നങ്ങളും വിശദീകരിക്കണം എന്നാണ് പറഞ്ഞത്. നിയമന കോഴ വിവാദത്തിൽ വിശദീകരണം നൽകാനും പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശമുണ്ട്. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ മാറ്റാൻ പ്രിയങ്ക ഗാന്ധി ശുപാർശ ചെയ്തെന്ന സൂചന ഇന്ന് വന്ന വാർത്തയിലുണ്ട്. ND അപ്പച്ചൻ അനുമതി തേടിയിട്ടും കൂടിക്കാഴ്ച നടത്താൻ പ്രിയങ്ക അനുമതി നൽകിയിട്ടില്ല എന്ന് കാണുന്നു. മറ്റ് ജില്ലകൾക്കൊപ്പം വയനാട്ടിലും അധ്യക്ഷ മാറ്റം എന്നതായിരുന്നു ഇതുവരെ KPCCയുടെ നിലപാട്. വയനാട്ടിൽ മാത്രം വേഗത്തിൽ മാറ്റം വേണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത്രയുമാണ് കാര്യങ്ങൾ. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വന്നത് ഇന്നലെ
കഴിഞ്ഞ ദിവസം ചെറുവേൽ രാമനുമായിട്ടെന്ന വളരെ മനോഹരമായൊരു ചിത്രം, അത് ഇടത് സഹയാത്രികൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ഇക്ബാലൊക്കെ അത് വളരെ സന്തോഷത്തോടെ ഷെയർ ചെയ്യുന്ന പോലൊരു ഫോട്ടോ വന്നു. ഇന്നിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാധനം വാങ്ങാൻ വേണ്ടി പോയ പ്രിയങ്ക ഗാന്ധിയെ കണ്ടു. പക്ഷേ അവിടെ ഒരു 5 നേതാക്കളുടെ ആത്മഹത്യ നടന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു MLA ഇങ്ങനൊരു കുഴപ്പത്തിൽപ്പെട്ടിട്ടുണ്ട്. ബീഹാർ VD പരാമർശമുണ്ട്. ഒന്നും സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ വളരെ ഔന്നത്യമുള്ള പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയം പറയാതെ എന്തോ ഒരു ടൂറിനോ മറ്റോ വരികയും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നതായിട്ടാണ് തോന്നുക. എനിക്കങ്ങനെയാണ് തോന്നിയത്. പക്ഷെ എന്താ തോന്നിയത്? അല്ല, അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം, ഈ ഒരു വാർത്ത തന്നെ ഉണ്ടാവുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ മാധ്യമപ്രവർത്തകരോട്, മാധ്യമങ്ങളോട് അവിടെ വളരെ സുപ്രധാനമായ ഒട്ടേറെ രാഷ്ട്രീയ സംഭവങ്ങൾ, സംഘർഷങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ. അപ്പോൾ ആ പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ട ഏറ്റവും ഉന്നതയായ ഒരു നേതാവ്, ആ മണ്ഡലത്തിൽ സാന്നിധ്യമുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കാണുന്നു. മറ്റേത് മണ്ഡലത്തിലെയും ഒരു MP പോലെ പ്രിയങ്ക ഗാന്ധിയെയും കാണുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം ആ മട്ടിൽ വേണ്ടതല്ലേ എന്ന് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നു, സ്വാഭാവികമാണ്. പക്ഷെ അത് നടക്കുന്നില്ല. പകരം PR ഏജൻസികളുടെ ഈ കത്തുകളും അല്ലെങ്കിൽ ഈ പ്രസ് റിലീസുകളും ഫോട്ടോകളും മാത്രം കിട്ടുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് അവിടെ. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധി വളരെ പരിമിതമായ കാലമായിരിക്കും സജീവ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സമ്പൂർണ്ണ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് ഉണ്ടായിരിക്കൂ. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കുടുംബത്തിലെ അംഗം എന്ന നിലയ്ക്ക്, രാഹുൽ ഗാന്ധിയുടെ സഹോദരി എന്ന നിലയ്ക്ക്, സോണിയാഗാന്ധിയുടെ മകൾ എന്ന നിലയ്ക്ക് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഏറ്റവും സജീവമായി മുന്നോട്ട് ചലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒപ്പം അതിൻ്റെ ആ ഒപ്പം തന്നെ തലയെടുപ്പുള്ള നേതാവാണ് പ്രിയങ്ക ഗാന്ധി. അവർക്ക് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാവും സ്വാഭാവികമായും. അവർക്ക് ആ നിലയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തക്കവണ്ണം അവർ വന്നാൽ അതായത് ഇപ്പോൾ സിനിമയിൽ താരങ്ങളുണ്ട്, രാഷ്ട്രീയത്തിലും താരങ്ങളുണ്ട്. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നവരല്ല പല താരങ്ങളും. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ എന്താണ് പ്രധാനമായും സംഭവിക്കുക? അവർ തുറന്നു കാട്ടപ്പെടും ഒരു തരത്തിൽ. അതല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ തന്നെ ഉദാഹരണം എടുത്താൽ, ഈ വയനാട് മണ്ഡലത്തിലെ പ്രശ്നങ്ങളിൽ വളരെ പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ വിലയിരുത്താവുന്ന പ്രശ്നങ്ങളാണ്. അതിനുത്തരം വേണമെന്ന് നമ്മൾ ശഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതിനു പകരം ആ കാര്യത്തിന് ഇവിടെ VD സതീശനോ സണ്ണി ജോസഫോ ഒക്കെ ഉത്തരം, അല്ലെങ്കിൽ വയനാട്ടിലെ നേതാക്കന്മാരോ ഒക്കെ ഉത്തരം പറയട്ടെ. പകരം ദേശീയ വിഷയത്തിൽ ഉത്തരം പറയാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാവട്ടെ എന്ന് തന്നെ ആ വിഷയത്തിൽ ചിന്തിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചത് വലിയ പ്രശ്നമാണ്. എന്താണ്, അവിടുത്തെ 5 കോൺഗ്രസ് നേതാക്കന്മാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങളിൽ അവർ ചെന്ന് കുടുങ്ങുന്നത്, സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങുന്നത്. അങ്ങനെ അവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിന് പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് ഉത്തരം തേടിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു ഉത്തരം കിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അവർ ഉത്തരം പറയേണ്ട ഒരു വിഷയമുണ്ട്. അത് പ്രധാനമായും ഈ BD ബീഹാർ വിവാദമാണ്. കാരണം കേരളത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു വിവാദമാണ് BD ബീഹാർ വിവാദം. ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, അതായത് ബീഹാറിൽ അതിഗംഭീരമായ ഒരു ജനകീയ മുന്നേറ്റം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കൊപ്പം അവിടുത്തെ മുഴുവൻ പാർട്ടികളെയും, അതായത് പ്രാദേശിക പാർട്ടികളെയും എല്ലാം ഒപ്പം നിർത്താനും, തേജസ്വി യാദവ് ഒക്കെ മുഴുവൻ സമയവും രാഹുൽ ഗാന്ധിക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ട് അവിടെ ഒരു ഗംഭീരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ നിന്ന് ഇവിടെ BD ബീഹാർ വിവാദം ഉണ്ടാവുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് അതിന് ഉത്തരവാദികൾ. ആ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി പക്ഷേ സംസാരിക്കേണ്ടതുണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതാണ്. ആ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു മറുപടിയുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ കൂടിയാണ് ദേശീയ തലത്തിൽ നോക്കിയാൽ. അപ്പോൾ ഇവിടെ വരുന്ന പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് മാധ്യമങ്ങൾ ആ വിഷയത്തിൽ ഒരു ഉത്തരം തേടും. കാരണം പ്രധാനമന്ത്രി അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി പ്രതികരിക്കുകയല്ല ചെയ്തത്. പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം തന്നെ ഇപ്പോൾ BD ബീഹാറായി മാറി. അതായത് ഇവിടെ VT ബൽറാം അധ്യക്ഷനായിരിക്കുന്ന ഈ കോൺഗ്രസിൻ്റെ IT സെല്ലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രതികരണം ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ മുമ്പ് രാഹുൽ ഗാന്ധി വരുമ്പോഴും അങ്ങനെ തുടർച്ചയായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി അടുത്ത ദിവസം വരുന്നുണ്ട്, സോണിയാഗാന്ധിയും വരുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക്, അതായത് വയനാട് മണ്ഡലത്തെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഒഴിവാക്കുക എന്നതും നിലവിൽ നിലനിൽക്കുന്ന വിവാദങ്ങളെ എല്ലാം അവരുടെ ഒരു സന്ദർശനം കൊണ്ടങ്ങ് ഇല്ലാതാക്കുക എന്നതും കൂടിയൊക്കെ ആയിരിക്കാം ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും BD ബീഹാർ വിവാദത്തിലെ
ഒരു കമൻ്റാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തുള്ള അവിടുത്തെ പ്രാദേശികമായ വിഷയങ്ങൾ അത് ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ തീരെ അടുപ്പിക്കാതിരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമായി തന്നെ വേണം കണക്കാക്കാൻ. അതിപ്പോൾ ഇന്ത്യയിലെ നേതാക്കന്മാരെല്ലാവരും ഏതാണ്ട് കണക്കാണ് കഴിഞ്ഞ കുറച്ച് കാലമായി എന്നുള്ളതാണ്. അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനും പോയിരുന്നല്ലോ. ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ കണ്ടാണുള്ള വിഷ്വൽ, നമ്മൾ ഡ്രോണൊക്കെ ഇട്ട് വലിയ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വലിയ തിരക്കായിരുന്നു. മുന്നിലത്തെ വാഹനത്തിൽ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ നീങ്ങാണ്. രാഹുൽ ഗാന്ധിയുണ്ട്, സഹോദരൻ, അമ്മ സോണിയാഗാന്ധിയുണ്ട്, ഭർത്താവ് റോബർട്ട് വാദ്രയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, അവരുടെ 2 മക്കളുമുണ്ട്. അപ്പോൾ കുടുംബമായിട്ട് വന്ന് വലിയ സന്തോഷത്തോടെ ഉറപ്പായിട്ടും ജയിക്കുന്നൊരു സ്ഥലത്ത് പത്രിക കൊടുത്ത് പോകുന്ന ആ വലിയ വാഹനത്തിൻ്റെ മുന്നിൽ ലൈറ്റ് പ്രത്യേകമായിട്ട് അങ്ങോട്ട് അടിച്ചില്ല. ഈ താര സാന്നിധ്യം, ഹർഷ പറഞ്ഞ താര നേതാവിൻ്റെ മുന്നിൽ അവർ കുടുംബപരമായിട്ട് വരുമ്പോൾ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ ഈ തീ പോലത്തെ വെയിലിൽ, ഞാൻ നമ്മുടെ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്, പക്ഷേ ഒരു സ്വാർത്ഥ താല്പര്യമില്ലാതെ തങ്ങളുടെ മുഖം ക്യാമറയിൽ വരും എന്ന താല്പര്യം പോലും ഇല്ലാതെ എത്രയോ മനുഷ്യർ ഇവരെ വിജയിപ്പിക്കാനും മറ്റുമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്നു ജോസ് നെല്ലയടം എന്ന് നമ്മൾ ഓർക്കണം. അതിനകത്തുണ്ടായിരുന്നു ഈ 5 പേരിൽ അന്നുണ്ടായിരുന്ന മനുഷ്യർ എന്ന് നമ്മൾ ഓർക്കണം. കോൺഗ്രസ് നേതാക്കളായതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതായത് അവരുടെ വ്യക്തിപരമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല. വയനാട് എന്ന് വെച്ചാൽ നമ്മൾ സങ്കടകരമായൊരു കാര്യം, വയനാട് കർഷക ആത്മഹത്യകൾ നടന്ന സ്ഥലമാണ്. നമുക്ക് അറിയാവുന്ന സങ്കടകരമായ കാര്യങ്ങൾ അവിടെയുണ്ട്. ജീവിതം അത്രയ്ക്ക് സുഖകരമായിട്ടുള്ള സ്ഥലമല്ല കുറേ കാലം മുമ്പെങ്കിലും അവിടെ അങ്ങനെ. ഇപ്പോൾ പക്ഷേ രാഷ്ട്രീയക്കാർ, അതും രാജ്യം ഭരിച്ച എത്രയോ വർഷങ്ങൾ, ദശാബ്ദങ്ങൾ ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായിരുന്നിട്ട് പ്രിയങ്ക ഗാന്ധി റോബർട്ട് വാദ്രയുടെ ഭാര്യ എന്ന നിലയ്ക്ക് വീട്ടമ്മയായിട്ട് വീട്ടിലിരുന്ന സമയത്ത് മക്കളെയും മറ്റും നല്ല രീതിയിൽ താരമായിട്ട് ഇങ്ങനെ വീട്ടിനകത്തെ താരമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് 10-14 വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മനുഷ്യർ ആണ് ഈ ജോസ് നെല്ലയടമൊക്കെ. അവർ ആ പരിപാടിയിലുണ്ടായിരുന്നു. അവരുടെ ആത്മഹത്യ നടന്നിരിക്കുകയാണ്. ഇവരവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പോ പിമ്പോ ഉള്ളൊരു ദിവസമാണ് ഈ ജോസ് നെല്ലയുടെ ആത്മഹത്യ ചെയ്തത്. അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. ഇവിടെ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട്. പിന്നെ ചെറുവയൽ രാമൻ വയനാട്ടിൽ എത്രയോ കാലമായിട്ടുണ്ട്. നമ്മളൊക്കെ മാധ്യമപ്രവർത്തനം നടക്കുന്നതിന് മുമ്പേ ചെറുവയൽ രാമൻ ഇപ്പോൾ കാണുന്ന ചെറുവയൽ രാമനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എം.എൻ. കാരശ്ശേരി, നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എം.എൻ. കാരശ്ശേരിയായിട്ട് നിൽക്കുന്നുണ്ട്. എത്രയോ വലിയ എം.എൻ. കാരശ്ശേരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഉന്നതികൾ നേരത്തെ അവിടെയുണ്ട്. പേര് മാറ്റമായിരുന്നു, നേരത്തെ അവിടെയുണ്ട്. ഈ BJP-ക്കാർ പറയുന്നത് ഈ എത്രയോ വർഷം ദശാബ്ദങ്ങൾ ഭരിച്ചല്ലോ കോൺഗ്രസ്സുകാർ. ചെറുവയൽ രാമൻ്റെ ഔന്നത്യത്തിലും അദ്ദേഹത്തിൻ്റെ പദവിയിലും അദ്ദേഹത്തിൻ്റെ അധ്വാന ശേഷിയിലുമായിട്ട് എത്രയോ ദശാബ്ദങ്ങളായിട്ട് അവിടെയുണ്ട്. ഈ ചെറുവയൽ രാമന് പത്മ പുരസ്കാരം കൊടുക്കാൻ നരേന്ദ്രമോദിജി വരേണ്ടി വന്നു. നരേന്ദ്രമോദിജി ആണ് പത്മശ്രീ കൊടുത്തത്. മറ്റവർ വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തപ്പോൾ ഇവരെ ആദിവാസി മേഖലയിൽ നിന്നും ഇങ്ങനെ കാർഷിക മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്ക് മോദിയുടെ സർക്കാരാണ് ഈ പത്മശ്രീ കൊടുത്തത്. അവരെ ഇപ്പോൾ കണ്ടെത്തിയ ആളുകളെപ്പോലെ എം.എൻ. കാരശ്ശേരിയെയും ഇവരെയൊക്കെ പോയി കാണുമ്പോൾ, എന്നിട്ട് മാധ്യമങ്ങളെ ഇങ്ങോട്ട് അടുപ്പിക്കാതെ നിൽക്കുമ്പോൾ ഇവരൊരു താരമാണല്ലോ എന്ന് കണ്ട് നമ്മൾ ആനുകൂല്യം കൊടുക്കുന്നത് ശരിയായിരിക്കില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ നേതാവിൻ്റെ അവർ താരമാണെങ്കിൽ എന്ത്, അല്ലെങ്കിൽ താരമല്ലെങ്കിൽ എന്ത്, രാഷ്ട്രീയ നേതാവിൻ്റെ പ്രാഥമികമായ പരിപാടി രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ്. ഇത്രയ്ക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഇപ്പോൾ പറഞ്ഞില്ലേ, BD സംഗതി പോട്ടെ, മറ്റെല്ലാം പോട്ടെ, പ്രാദേശികമായ വിഷയമാണ്. എന്ന് മാത്രമല്ല, ആത്മഹത്യാ പ്രശ്നത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രം തന്നെ ഇപ്പോൾ ശരിയാം വിധം സൂചിപ്പിച്ചതുപോലെ BD ബിഹാർ വിഷയത്തിൽ പ്രധാനമന്ത്രിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണ്ടേ? ഞാൻ എൻ്റെ PR ടീം എന്നെ നല്ല മോദിജി അങ്ങനെ ചെയ്യുന്നുണ്ട്. മോദിജി ആരാ ഹർഷ? മോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ, ഏറ്റവും വലിയൊരു രാജ്യത്തിൻ്റെ ഭരണ സാരഥ്യം 10 വർഷമായിട്ട് ഭരിക്കുന്ന ആളാണ് മോദിജി. ഇവരാരാ? ഇവർ ഇന്നലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരാളാണ്. രാഹുൽ ഗാന്ധി പോട്ടെ, രാഹുൽ ഗാന്ധി എത്രയോ വർഷമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്, ഇന്ത്യ മുഴുവൻ നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഭരിക്കുന്ന ഈ പക്ഷത്തിനെതിരെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഫലം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വളരെ സൗമനസ്യത്തോടുകൂടി ആളുകളോട് സംസാരിക്കുകയും പെരുമാറുകയും ഓരോ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്ത ആളാണ്. ഇവരാരാ? ഇന്നലെ അവരുടെ സഹോദരൻ ഒഴിഞ്ഞതുകൊണ്ട് അവിടേക്ക് വന്ന് മത്സരിച്ച ആളാണ്. അവർ കുറച്ച് രാഷ്ട്രീയ പണിയൊക്കെ എടുക്കണം. അവിടെയുള്ള മാധ്യമങ്ങളെ കാണണം. നമ്മളടക്കമുള്ള ആളുകളുടെ മൈക്കിന് മുന്നിൽ സംസാരിക്കണം. അല്ലാതെ എൻ്റെ PR ടീം എടുക്കുന്ന നല്ല ഫോട്ടോ, കളർ ഫോട്ടോ, ചെറുവയൽ രാമൻ്റെ ചുമലിൽ കഴിച്ചിരിക്കുന്ന ഫോട്ടോ അങ്ങിട്ടിട്ട് അത് ഇടതുപക്ഷക്കാരടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ BJP-ക്കാരടക്കമുള്ള ആളുകൾ കോരിത്തരിക്കും എന്ന് കണ്ടിട്ട് കൊടുക്കുന്നത് ശരിയല്ല. അതുപോലെ ഇന്നിപ്പോൾ എന്തിനാണ് ഈ അംഗനവാടിയിലൊക്കെ പോയിട്ട് ഇതെടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഇത് അംഗനവാടിയിലൊക്കെ പോയിട്ട് കുട്ടികൾ ആ സമയത്ത് എന്തിനൊക്കെ ചെലവഴിക്കാം? അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആയിക്കോട്ടെ, ദേശീയ തലത്തിൽ ഉള്ള അവരുടെ ഈ PR ടീമിന് പ്രചാരണത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു മെറ്റീരിയലായി തന്നെ ആയിരിക്കും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടും ഒക്കെ ആയിരിക്കും ഇതിന്റെ ഭാഗമായി. എൻ്റെ പ്രശ്നം അത് മാധ്യമങ്ങളോട് മാത്രമല്ല. അപ്പം നമ്മളൊരു മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ദോഷം തോന്നുന്നതെന്ന് വിചാരിക്കേണ്ട. അവിടെ ഈ പറയുന്ന അവർ
പിന്നെ അതെ. അമ്മ, UDF നേതാക്കൾ. സഹോദരൻ, ഭർത്താവ്, മക്കൾ എന്നിവർക്കൊപ്പം വലിയ വാഹനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പിന്നിൽ വെയിൽ കൊണ്ടിരുന്ന ഈ പ്രാദേശിക നേതാക്കൾ അവിടെ കാത്തിരുന്നു. അവരെ കാണാൻ കൂട്ടാക്കിയില്ല. ആരാണിവർ? ഒരു MP അല്ലേന്ന്? ആത്യന്തികമായിട്ട് ഇവർ MP അല്ലേ? എന്ത് പറഞ്ഞാലും അതിനകത്തൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് തനീഷ്, കുറച്ച് കാലം അവർക്ക് കൊടുക്കുക. അവരിതൊക്കെ പഠിക്കുന്നത്. തനീഷ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ എം കാരശ്ശേരിയെ കുറിച്ച് സ്കൂളിൽ മനസ്സിലാക്കി. അതുപോലെ ചേറുവയൽ രാമനെ കുറിച്ച് നമ്മൾ ഈ പണിയെടുക്കാൻ തുടങ്ങിയ കാലത്ത് ഏതാണ്ട് 15-20 വർഷം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാ പറയുന്നത്. ഇവര് അവർക്ക് പഠിക്കാനുള്ള സാവകാശം കൊടുക്കുക. അത് അവിടെയൊക്കെ പോയി കാര്യങ്ങൾ മറ്റൊരു ഭാഷയിൽ ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് പറയുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എന്തായാലും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത് ശരിയല്ല. ഈ പോകുന്നതിന് മുമ്പ് നാളെ ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വരികയാണത്രേ. ഇവരെന്തിനാ വരുന്നത് എനിക്ക് മനസ്സിലായില്ല. അതായത് ഇവർ വന്നിട്ട് രാഷ്ട്രീയം പറയണം. അതായത് ഏറ്റവും ഉന്നതമായിട്ടുള്ള മോദിജി ഇവിടെ വന്ന രാഷ്ട്രീയം പറയാറ് അല്ലെ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ലേ പറയുന്നത്? എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് പറയണം. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സംസാരിക്കാൻ ഒരു അഡീഷണൽ ഉത്തരവാദിത്വം കൂടെയുണ്ട്. അവർ സ്ത്രീകളുടെ കൂടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന ഒരാളാണ് എന്നാണല്ലോ അവരെപ്പോഴും പറയാറ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം യഥാർത്ഥത്തിൽ ദേശീയ വിഷയം മാറിക്കഴിഞ്ഞാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ദേശീയ മാധ്യമങ്ങൾ ആദ്യത്തക്കിലടക്കമുള്ള ഹിന്ദി ബെൽറ്റർ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളടക്കം വന്നാണ് ഇത്. ഇവരിങ്ങനെ നടക്കുന്നത്, ഇവരിങ്ങനെ ഫോട്ടോ ഷൂട്ടുകൾ നടത്തിയിട്ട് PR-ൻ്റെ ഫോട്ടോ ഷൂട്ടുകൾ മാത്രമേ തരൂ എന്ന് പറഞ്ഞാൽ അത് സുഖകരമായ കാര്യമല്ല. നമ്മളെ മാധ്യമപ്രവർത്തകർ വല്ലാതെ അങ്ങോട്ട് മൈക്ക് ചൂണ്ടിയിട്ട് അവരെ ഉപദ്രവിക്കാറൊന്നുമില്ലല്ലോ. അവർ വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കാറ്. അപ്പോൾ അവരോട് പറയാൻ, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് നടപ്പാക്കാൻ ശേഷിയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ ഒന്ന് മാധ്യമങ്ങളെ കണ്ട് ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം തള്ളിക്കളയുന്നെന്ന് പറയുകയോ മറ്റോ ചെയ്യണം. പ്രധാനമന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ മാധ്യമങ്ങളെ കാണണ്ട. ഇപ്പോൾ മോദിജി ഒരു ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ നിങ്ങൾ മാധ്യമങ്ങളെ കാണണ്ട. പക്ഷേ ശേഷിയുള്ള ഏതെങ്കിലും നേതാവിന്റെ ഉപദേശപ്രകാരമാണോ ഇപ്പൊ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതായിരിക്കും. ഹർഷം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറഞ്ഞാൽ കുഴപ്പമാകും എന്നുള്ളതും കൂടെ ആളുകൾ പറയാതിരിക്കാൻ കാരണമാകുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയ്ക്കായി രാപ്പകലില്ലാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ജോസ് നെല്ലയിടം. ശനിയാഴ്ച മുള്ളൻകൊല്ലി പഞ്ചായത്ത് ഓഫീസിന് സമീപവും ഞായറാഴ്ച സ്വന്തം വീട്ടിലും അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലുണ്ടായിരുന്നു. സഹപ്രവർത്തകരുടെ ചതിവിൽ മനം നൊന്ത് ജീവനൊടുക്കിയ NM വിജയന്റെ മരുമകൾ പത്മജ പ്രിയങ്ക എത്തുമ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരെയെങ്കിലും പ്രിയങ്ക ഒന്ന് പോയി കാണേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. ഇതെല്ലാം പോട്ടെ, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അമ്പുകളുടെ മുനയൊടിച്ച BD ബിഹാർ വിവാദത്തിൽ പ്രതികരിച്ച് വ്യക്തത വരുത്തേണ്ട രാഷ്ട്രീയമായ ഉത്തരവാദിത്വം തന്നെ അവർക്കുണ്ട്. കോൺവോയ് വാഹനങ്ങളുടെ ഏറെ നീണ്ട നിരയുടെ നടുവിൽ ബീക്കറ്റ് ലൈറ്റുമിട്ട് ഒരു സ്വീകരണ കേന്ദ്രത്തിൽ നിന്ന് അടുത്തതിലേക്ക് പറഞ്ഞു പോകലല്ല ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്ന് RDX പ്രിയങ്ക ഗാന്ധിക്ക് ഉപദേശം നൽകുന്നു.